Warm welcome, my dear students. Good morning to all. Today we are going to discuss with an important topic in your core paper Indian Economy, that is National Population Policy 2000. Government of India launched the National Population Policy in 2000 to improve quality of lives of people of India and to provide them with equal opportunities to be productive individuals of society. India launched its first program to emphasize the need for family planning in 1952 and became the first country in the world to do so. ഫാമിലി പ്ലാനിംഗ് എന്നൊരു മേഖലയിൽ ആദ്യമായിട്ടൊരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നത് വേൾഡിൽ ആദ്യമായിട്ട് നമ്മുടെ ഇന്ത്യയാണ് 1952. അഗെയിൻ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തു 2000 നാഷണൽ പോപ്പുലേഷൻ പോളിസി എന്ന പേരിൽ. അതിൻ്റെ പ്രധാനപ്പെട്ട എയിം എന്ന് പറയുന്നത് better lives of the people in India and equal opportunities to be productive individual of society. ഇവിടെയുള്ള ആളുകളുടെ ബെറ്റർ ലീവ്സും അതോടൊപ്പം സൊസൈറ്റിയിലുള്ള എല്ലാ ആളുകൾക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി 2000 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലോഞ്ച് ചെയ്ത ഒരു പദ്ധതിയാണ് നാഷണൽ പോപ്പുലേഷൻ പോളിസി എന്ന് പറയുന്നത്. Now, let us examine some of the major recommendations of the National Population Policy 2000. The first important recommendation of National Population Policy 2000 was government resolved to push for voluntary and informed choices and agreeability of citizens to get maximum benefits from reproductive health services. അപ്പോൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് സർവീസിൻ്റെ മേഖലയിൽ നിന്നും അവിടെയുള്ള ആളുകൾക്ക്, നമ്മുടെ ഇന്ത്യയിലുള്ള എല്ലാ ആളുകൾക്കും, സിറ്റിസൻസിനും മാക്സിമം ബെനിഫിറ്റ് കിട്ടുക എന്ന് ഗവൺമെൻറ് എൻഷുർ ചെയ്യുക എന്നുള്ളതായിരുന്നു നമ്മുടെ നാഷണൽ പോപ്പുലേഷൻ പോളിസിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. ഗെറ്റ് മാക്സിമം ബെനിഫിറ്റ്സ് ഫ്രം റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് സർവീസസ്. National Population Policy embarks on a policy outline for the government for next 10 years to improve the reproductive and child health needs of people of India, which include issues like child survival, maternal health, etc. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ നാഷണൽ പോപ്പുലേഷൻ പോളിസിയുടെ റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് അടുത്ത 10 വർഷത്തേക്ക് ഇംപ്രൂവ് ചെയ്യാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുക എന്നുള്ളതായിരുന്നു. ഈ ഒരു കാര്യം അതായത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് ഇമ്പ്രൂവ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ചൈൽഡ് സർവൈവലും മെറ്റേണൽ ഹെൽത്തും ഒക്കെ കുറേ കൂടി ബെറ്റർ ആകും എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ഒരു റെക്കമെൻഡേഷൻ നാഷണൽ പോപ്പുലേഷൻ പോളിസി 2000 മുന്നോട്ട് വയ്ക്കുന്നത്. ഇംപ്രൂവ് ദ റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് നീഡ്സ് ഓഫ് പീപ്പിൾ. ഓക്കെ. Another important recommendation of National Population Policy 2000 was school education up to age of 14 to be made free and mandatory. This will also include plan to check dropout rate of boys and girls. ഈ ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള എല്ലാ പദ്ധതികളുടെയും ഒരു ഭാഗമായിരുന്നു. അത് നമ്മുടെ നാഷണൽ പോപ്പുലേഷൻ പോളിസിയുടെയും ഭാഗമായി, അതായത് 14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നിർബന്ധമായും സൗജന്യമായും സ്കൂൾ എഡ്യൂക്കേഷൻ നൽകുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഈ പദ്ധതി റെക്കമെൻഡ് ചെയ്ത മറ്റൊരു കാര്യം ചെക്ക് ഡ്രോപ്പ് ഔട്ട് റേറ്റ് ഓഫ് ബോയ്സ് ആൻഡ് ഗേൾസ്. നമ്മുടെ 14 വയസ്സിന് താഴെ നമ്മുടെ സ്കൂളുകളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന കുട്ടികളുടെ കണക്കെടുക്കുക, എന്താണ് അതിന് കാരണമെന്ന് മനസ്സിലാക്കി അതിനൊരു പരിഹാരം കാണുക എന്നുള്ളതും ഇതിൻ്റെ മറ്റൊരു റെക്കമെൻഡേഷനായിരുന്നു. This policy also aimed at curbing the infant mortality rate to less than 30 per 1000 live birth. ഈ ഒരു പോളിസിയുടെ മറ്റൊരു റെക്കമെൻഡേഷൻ ആയിരുന്നു നമ്മുടെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ശിശുമരണ നിരക്ക് 1000 ലീവ് ബർത്തിൽ 30% താഴെ ആക്കുക എന്നുള്ളത്. ലെസ് ദാൻ 30 per 1000 ലീവ് ബർത്ത്, 1000 ലീവ് ബർത്തിൽ 30ലും താഴെ കൊണ്ടുവരിക നമ്മുടെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് എന്നുള്ളതായിരുന്നു മറ്റൊരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. The two important recommendations are school education up to age of 14 to be made free and mandatory, and another one, the policy also aimed at curbing the infant mortality rate less than 30 per 1000 live births. Another important recommendation of National Population Policy 2000 was the maternal mortality rate will also be brought down to less than 100 per 1 lakh live birth. Maternal mortality rate 1 lakh ലീവ് ബർത്തിൽ 100ലും താഴെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു നാഷണൽ പോപ്പുലേഷൻ പോളിസി 2000 അടുത്ത റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. Another important feature of this policy is to attain universal immunization of all children against preventable diseases.
അപ്പോൾ എല്ലാ പ്രിവെൻറ്റബിൾ ഡിസീസസിനും എതിരെ കുട്ടികൾക്കുള്ള ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സലി അറ്റൈൻ ചെയ്യുക എന്നുള്ളതായിരുന്നു അടുത്ത ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദിസ് പോളിസി എന്ന് പറയുന്നത്. ഓക്കെ, ദ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് വിൽ ഓൾസോ ബി ബ്രോട്ട് ഡൗൺ ടു ലെസ് ദാൻ 100 per 1 lakh live birth and attain universal immunization of all children against preventable diseases. The National Population Policy will also act against child marriage and promote 20 years as the right marriageable age for girls. The legal age for same is 18 years. അപ്പോൾ പെൺകുട്ടികളുടെ വിവാഹപ്രായം 18 ഇയേഴ്സായിട്ട് ലീഗലി നിൽക്കുമ്പോഴും നമ്മുടെ 2000 നാഷണൽ പോപ്പുലേഷൻ പോളിസി റെക്കമെൻഡ് ചെയ്തത് ആ ഏജ് 20 ഇയേഴ്സിലേക്ക് മാറ്റണം എന്നുള്ളതായിരുന്നു. വിമൻ എംപവർമെൻറ്റ് കൊണ്ടുവരുന്നതിനും കുട്ടികളുടെ വിദ്യാഭ്യാസം നിലനിർത്തി കൊണ്ടുപോകുന്നതിനുമൊക്കെ ആയിട്ട് പെൺകുട്ടികളുടെ വിവാഹപ്രായം 20 വയസ്സിലേക്ക് മാറ്റണം എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ ഈ പോളിസിയുടേത്. The policy will actively support a target of 80% institutional deliveries and 100% deliveries by trained persons. അപ്പോൾ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റും മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് 80% ഡെലിവറീസും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറീസ് തന്നെ ആകണമെന്നും അതോടൊപ്പം 100% ഡെലിവറീസും ട്രെയിൻഡ് പേഴ്സൺസിൻ്റെ കീഴിലാകണം എന്നുള്ളതും ഈ ഒരു പോളിസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു റെക്കമെൻഡേഷൻ ആയിരുന്നു. ഓക്കെ, ദിസ് പോളിസി ഓൾസോ സീക്സ് ടു അച്ചീവ് 100% രജിസ്ട്രേഷൻ ഓഫ് ബർത്ത്സ്, ഡെത്ത്സ്, മാരേജസ് ആൻഡ് പ്രഗ്നൻസീസ്. അപ്പോൾ ഈ പോളിസിയുടെ മറ്റൊരു റെക്കമെൻഡേഷൻ ആയിരുന്നു 100% രജിസ്ട്രേഷൻ അച്ചീവ് ചെയ്യുക എന്നുള്ളത്. 100% ബർത്ത് രജിസ്ട്രേഷൻ, ഡെത്ത് രജിസ്ട്രേഷൻ, മാരേജ് രജിസ്ട്രേഷൻ ആൻഡ് പ്രഗ്നൻസി രജിസ്ട്രേഷൻ നമ്മുടെ നാട്ടിൽ അച്ചീവ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഈ ഒരു പോളിസിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. പ്രിവെൻറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ഓൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഈസ് ദ അനദർ റെക്കമെൻഡേഷൻ ഓഫ് ദിസ് പോളിസി. അപ്പോൾ നമ്മുടെ നാഷണൽ പോപ്പുലേഷൻ പോളിസിയുടെ അടുത്ത റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ പ്രിവെൻറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അതിനുള്ള മെഷേഴ്സ് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. അപ്പോൾ അച്ചീവ് 100% രജിസ്ട്രേഷൻ ഓഫ് ബർത്ത്, ഡെത്ത്, മാരേജസ് ആൻഡ് പ്രഗ്നൻസീസ്, പ്രിവെൻറ്റിംഗ് ആൻഡ് കൺട്രോളിംഗ് ഓൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. This policy will also strive to integrate Indian system of medicine to provide reproductive and child health services by reaching out to households. അപ്പോൾ നമ്മുടെ നാഷണൽ പോപ്പുലേഷൻ പോളിസിയുടെ അടുത്ത റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് സർവീസസ് നമ്മുടെ വീടുകളിലേക്ക് എത്താനുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ നമ്മുടെ പ്രഗ്നൻ്റായ അമ്മമാർക്കും അതോടൊപ്പം കുട്ടികൾക്കും ഹെൽത്ത് സർവീസസിൻ്റെ ഒരുപാട് സഹായങ്ങളും വീടുകളിൽ തന്നെ ഒരുപാട് സഹായങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പോൾ അത് തന്നെയായിരുന്നു നമ്മുടെ നാഷണൽ പോപ്പുലേഷൻ പോളിസിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. Integrate Indian system of medicine to provide reproductive and child health services by reaching out to households. National Population Policy will seek to integrate and coverage all related social sector programs so that complete family welfare and healthcare can be taken care of and properly maintained. അപ്പോൾ നമ്മുടെ നാഷണൽ പോപ്പുലേഷൻ പോളിസിയുടെ അടുത്ത ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് എല്ലാ സോഷ്യൽ സെക്ടർ പ്രോഗ്രാംസിനെയും ഇൻ്റഗ്രേറ്റ് ചെയ്യുക, അതിലൂടെ ഫാമിലി വെൽഫെയറും ഹെൽത്ത് കെയറും അറ്റൈൻ ചെയ്യുക അല്ലെങ്കിൽ പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇൻ്റഗ്രേറ്റ് ആൻഡ് കവറേജ് ഓൾ റിലേറ്റഡ് സോഷ്യൽ സെക്ടർ പ്രോഗ്രാംസ് സോ ദാറ്റ് കംപ്ലീറ്റ് ഫാമിലി വെൽഫെയർ ആൻഡ് ഹെൽത്ത് കെയർ ക്യാൻ ബി ടേക്കൺ കെയർ ഓഫ് ആൻഡ് പ്രോപ്പർലി മെയിൻറ്റെയിൻഡ്. ഓക്കെ, The National Population Policy 2000 also emphasizes the role of Ayurveda, Yoga, Unani, Siddha and Homeopathy medicine system to serve the goals of public health. അപ്പോൾ പബ്ലിക് ഹെൽത്തിൻ്റെ ഗോൾസ് സെർവ് ചെയ്യാനായിട്ട് ആയുർവേദ, യോഗ, യുനാനി, സിദ്ധ ആൻഡ് ഹോമിയോപ്പതിയുടെയൊക്കെ ഇമ്പോർട്ടൻസ് റോള് കൂടുതലായിട്ട് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു നാഷണൽ പോപ്പുലേഷൻ പോളിസിയുടെ ലാസ്റ്റ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത്. Emphasize the role of Ayurveda, Yoga, Unani, Siddha and Homeopathy medicine systems to serve the goals of public health. The National Population Policy 2000 changed the mindset of people from base level. Its intense focus on women empowerment has led to many improvement in national statistics. However, there has been a great upsurge in the number of institutional deliveries, but there has not been parallel increase in the healthcare staff.
അപ്പോൾ നമ്മുടെ നാഷണൽ പോപ്പുലേഷൻ പോളിസി 2000 നമ്മുടെ നാട്ടിൽ ഒരുപാട് ചേഞ്ചസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ ആളുകളുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ബേസ് ലെവലിൽ നിന്ന് തന്നെ ചേഞ്ച് ചെയ്തു. നമുക്ക് എല്ലാവർക്കും അറിയാം, എഡ്യൂക്കേഷൻ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് നിർബന്ധമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത്, അതോടൊപ്പം ഇമ്മ്യൂണൈസേഷൻ, പിന്നെ ഡിസീസസിനെതിരെയുള്ള വാക്സിൻ, ഇതൊക്കെ, അതോടൊപ്പം ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഒക്കെ രജിസ്റ്റർ ചെയ്യുക, ഇത്തരം കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ആളുകളുടെ മൈൻഡ് സെറ്റിൽ ഒരുപാട് വ്യത്യാസങ്ങൾ കൊണ്ടുവരാൻ ഈ ഒരു റെക്കമെൻഡേഷനിലൂടെ അല്ലെങ്കിൽ ഈ ഒരുപാട് റെക്കമെൻഡേഷനിലൂടെ നമ്മുടെ പോപ്പുലേഷൻ പോളിസിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് സത്യമാണ്. അതോടൊപ്പം തന്നെ വിവാഹപ്രായം 20 വയസ്സിലേക്ക് മാറ്റുക എന്നുള്ള റെക്കമെൻഡേഷനും പിന്നെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റിൽ കൊടുത്ത റെക്കമെൻഡേഷനും ഒക്കെ കാരണം വിമൺ എംപവർമെൻറ്റിൽ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു റെക്കമെൻഡേഷൻ്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഡെലിവറീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ഒരു റെക്കമെൻഡേഷന് ശേഷം അല്ലെങ്കിൽ ഈ ഒരു പോളിസി റെക്കമെൻഡേഷന് ശേഷം. എന്നിരുന്നാലും ഈ ഒരു പോളിസിയുടെ റെക്കമെൻഡേഷന് നടത്തിപ്പിന് തടസ്സങ്ങളായിട്ട് നിൽക്കുന്ന കുറേ ഫാക്ടേഴ്സ് നമ്മുടെ നാട്ടിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ന് പറയുന്നത് ഹെൽത്ത് കെയർ സ്റ്റാഫിൻ്റെ ഷോർട്ടേജാണ്. അതോടൊപ്പം തന്നെ ഷോർട്ടേജ് ഓഫ് മെഡിസിൻ ആൻഡ് റിലേറ്റഡ് മെറ്റീരിയൽസ്. ഇത്തരം കാര്യങ്ങളുടെ ഒരു ഷോർട്ടേജ് കൊണ്ടുണ്ടാകുന്ന കുറേ പ്രോബ്ലംസ് ഒഴിച്ചു മാറ്റിയാൽ നമ്മുടെ നാഷണൽ പോപ്പുലേഷൻ പോളിസി ഒരു വിജയമായിരുന്നു തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, ഐ ഹോപ്പ് ഓൾ യു അണ്ടർസ്റ്റാൻഡ് ദിസ് സെക്ഷൻ. താങ്ക് യു.